ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗോണിയം കളക്ഷനാണ്. അപ്പം ഒരു 3-4 വെറൈറ്റി ബിഗോണിയ നമുക്കുണ്ട്. അപ്പം നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിഗോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണെന്ന് തന്നെ പറയാം. പൂക്കൾ ഉണ്ടാവുമെങ്കിലും ഈ ചെടിക്ക് ലീഫിൻ്റെ ഒരു ഭംഗി കൊണ്ടാണ് ഈ ചെടി എല്ലാവരും വളർത്തി വരുന്നത്. പലതരത്തിലുള്ള ബിഗോണിയ നമുക്കുണ്ട്. വാക്സ് ബിഗോണിയ, അതുപോലെ തന്നെ റൈസോമാറ്റസ് ബിഗോണിയ. ചില ബിഗോണിയ നമുക്ക് പൂക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നെങ്കിലും ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന ടൈപ്പൊക്കെ ഇലകളുടെ ഒരു ഭംഗിയാണ് ഈ ചെടീനെ ഇത്ര ഒരു എല്ലാവരും വളർത്തിയെടുക്കാനുള്ളൊരു കാരണം. ഇത് നല്ല പിങ്ക് കളറിൽ വരുന്നൊരു ബിഗോണിയാണ്. ഇതിൻ്റെ ലീഫ് നോക്കിയാൽ തന്നെ അറിയാം, പിങ്ക്, അതുപോലെ തന്നെ ഗ്രീന്, ഒരു ഡാർക്ക് ഷെയ്ഡ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൽ നല്ല പിങ്ക് കളറുള്ള ഒരു ബെല്ല് ഷേപ്പിലുള്ള പൂവ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് പൂവ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പൂവ് ഉണ്ടാകുമ്പോഴത്തേക്ക് തന്നെ ഈ ചെടിയെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ ഇലകളൊക്കെ എത്ര ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ നമുക്ക് ബിഗോണിയ പൂവില്ലാതെ നിൽക്കുന്നതാണ് ഭംഗി. ഇത് നമ്മുടെ മറ്റൊരു ബിഗോണിയാണ്. നല്ല ഒരു ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് നോക്കിയാൽ അറിയാം, നല്ലൊരു ബ്രൗൺ കളറാണ്. പിന്നെ ഇതിൻ്റെ തണ്ടൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ ഒരു മുള്ള് പോലെയാണ് ഇതിൻ്റെ തണ്ടിന് വരുന്നത്. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ വേഗം മനസ്സിലാവുന്നതാണ്. ഇത് നമ്മൾ ആകെ ഒരു ചെറിയ പീസായിരുന്നു മേടിച്ചുകൊണ്ട് വരുമ്പോൾ, ഇപ്പം നിറച്ചും കുറേ തൈകളൊക്കെ വന്നിട്ട് ഈ ഒരു പോട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈയിടെ പുതുതായിട്ട് മേടിച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയാണ്. നല്ല ഭംഗി കണ്ടിട്ട് മേടിച്ചതായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് റീപോർട്ട് ചെയ്യുക കൂടി വേണം, കാരണം നമ്മളിത് മേടിച്ച പോട്ട് തന്നെയാണ് ഉള്ളത്. വെറൈറ്റി ആയിട്ട് ഓഫ് വൈറ്റ്, അതുപോലെ തന്നെ ഗ്രീന്, പിന്നെ ബോർഡറായിട്ട് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റീപോർട്ട് ചെയ്യാൻ കൂടി വേണം. പിന്നെ നമ്മളടുത്ത് 2-3 വെറൈറ്റിയും കൂടി ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുവരെ പൂവൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഗ്രീൻ കളറിൽ വരുന്നൊരു ബിഗോണിയാണ്. ആദ്യം കണ്ട ബിഗോണിയൻ്റെ ഒരു തണ്ട് പോലെ തന്നെ ഒരു മുള്ളു പോലെയൊക്കെയാണ് ഇതിൻ്റെ തണ്ടും വരുന്നത്. പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്നൊരു വാക്സ് ബിഗോണിയാണ്. ഇത് നമ്മുടെ അടുത്ത് 2 എണ്ണം ഉണ്ട്. ഇതിൽ വൈറ്റ് പൂ വരുന്നതും ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു പിങ്ക് ഷേപ്പിൽ വരുന്നതും ഉണ്ട്. നമ്മൾ ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും, ഒരുപാട് ബിഗോണിയ ഉണ്ട് ഈ ഒരു വാക്സ് ബിഗോണിയയിൽ. കാരണം ഇതിൻ്റെ ലീഫിന് ഒരു വാക്സ് ലൈക്ക് അപ്പിയറൻസ് ആണ്. അതുപോലെ തന്നെ ഒരു ബെല്ല് ഷേപ്പുള്ള പൂവും ഉണ്ട്. ഈ ഒരു ബിഗോണിയക്ക് പൂവ് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കൊരുപാട് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ തണ്ടായാലും അതുപോലെ തന്നെ ഇലയൊക്കെ കുഴിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു തരത്തിലുള്ള ബിഗോണിയാണ്. ഏത് ബിഗോണി ആയാലും നമുക്കിതുപോലെ ലീഫൊക്കെ നമുക്ക് ചെറുതായിട്ട് ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ തണ്ട് കുഴിച്ചിട്ടിട്ടും പുതിയ തൈകളൊക്കെ കുഴിച്ചിട്ടിട്ടും നമുക്കിതുപോലെ ബിഗോണിയ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിഗോണിയ റീപോർട്ട് ചെയ്യുന്നതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിത് ഈ അടുത്ത് ഗാർഡൻ മാളിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഈ ഒരു പോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന ചാൻസ് ഉണ്ട്. കുറച്ചും കൂടി വലിയൊരു പോട്ടിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു പോട്ടാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഹോളിട്ട് കൊടുക്കണം. കാരണം ഈ ഒരു ചെടിയിൽ പോട്ടിലൊക്കെ വെള്ളം തിങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ മഴക്കാലം കൂടി ആയതിനാൽ നമ്മൾ നന്നായിട്ട് ഹോളിട്ടിട്ട് വെള്ളം കെട്ടി വെക്കാതെ ശ്രദ്ധിക്കണം. കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് ഈ ഒരു ചെടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. പോട്ട് കുത്തനെ പിടിച്ചിട്ട് വേണം നമ്മൾ തട്ടിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. വെളിച്ചമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വേര് പൊട്ടിപ്പോവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത്യാവശ്യം വേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം. നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ ഗാർഡനിങ് സോയിലാണ്. അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയുണ്ട്. നമ്മൾ ഈ ഒരു റീപോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഈ ഒരു പോട്ടിലുള്ള കുറച്ച് മണ്ണും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ടിട്ട് നമുക്ക് ഈ ഒരു പോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. മഴയായതുകൊണ്ട് തന്നെ വെള്ളം തട്ടുന്ന സ്ഥലത്തൊന്നും അധികം വെക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ചെടി പിടിച്ച് കിട്ടുന്നവരെ കുറച്ച് വെയിൽ കിട്ടുന്ന രീതിയിലോ അതോ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ വെച്ച് കൊടുക്കണം. പോട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല വെറ്റായി കിടക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ പോട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പല പ്രാവശ്യമായിട്ട് നമ്മൾ മേടിച്ചു കൊണ്ടുവരുന്നതായിരുന്നു ഈ ബിഗോണിയൊക്കെ. പെട്ടെന്ന് തന്നെ നമുക്ക് തൈകളൊക്കെ പുതുതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതുപോലെ പോട്ട് നിറച്ചും ഉണ്ടായി കിട്ടുന്നതാണ്. വളരെ ചെറിയ മെയിൻ്റനൻസ് ഉള്ളൊരു ചെടി കൂടിയാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബിഗോണിയ ചെടിയുടെ വിശേഷങ്ങൾ. അപ്പം ഈ ഒരു വെറൈറ്റി കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പുതിയ കളക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീട്ടിലത്തെ ചെടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ട് തരുന്നത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.